ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് PG അങ്കിളിന്റെ, അതായത് പാസ്റ്റർ PG വർഗീസിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ധാരാളം പ്രാവശ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്പാദിക്കണം. സദൃശവാക്യം 22:7 വ്യക്തമായിട്ട് പറയുന്നു. ഇതാ സമ്പാദിക്കുവാൻ ചില അതിപ്രധാനമായ ചില ഉപദേശങ്ങൾ. ഒന്ന്, സകല വരുമാനത്തിന്റെയും ദശാംശം നിങ്ങൾ കൊടുക്കണം. സകല വരുമാനത്തിന്റെയും. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തിനപ്പുറത്ത് 6 YSL എന്ന് പറയുന്ന ഒരു ബ്രദറുകാരൻ ഉപദേശിയുണ്ടായിരുന്നു. അദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, എനിക്കറിയാം. അദ്ദേഹം വീട്ടിൽ വീഴുന്ന ഓലമടലിന്റെ പോലും ദശാംശം കൊടുക്കുന്നവനായിരുന്നു. ഉപദേശം പ്രവൃത്തിയിലാക്കുന്നവരായിരിക്കും. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ദശാംശം കൊടുക്കണമെന്നുള്ളതാണ്. അതിന്റെ താഴെ വന്ന പല കമന്റുകളും ഞാൻ ശ്രദ്ധിച്ചു. കമന്റുകൾ പല കമന്റുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീഴും. സദൃശവാക്യം 11:28 ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു എന്നാണ് അവിടെ ഓരോരോ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ സമ്പത്ത് പറയുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. അന്നത്തേക്കുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആവശ്യത്തിൽപ്പെട്ടതാണ്. അതിൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. സമ്പത്തിന്റെ കാര്യത്തിലെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദശാംശം എന്ന് പറയുന്ന സംഗതി. PG അങ്കിളെ ദൈവവചനത്തിൽ പഴയ നിയമത്തിലേ ഉള്ളൂ ഈ പറയുന്ന ഈ ദശാംശം എന്ന് പറയുന്ന സംഗതി. പുതിയ നിയമത്തിൽ അത് ഓഹരിയാണ്, അല്ലെ? വചനം പഠിപ്പിക്കുന്നവർക്ക് അത് ഓഹരി കൊടുക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുന്നതിന്റെ പകുതിയാണ്. ദശാംശം എന്ന് പറയുമ്പോൾ 10-1. അപ്പം ഇങ്ങനെ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദശാംശമാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് കൊടുക്കണമെന്ന് എല്ലാവരോടും പറയുകയാണ്. സത്യത്തിൽ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ വളരെ വ്യക്തമായി എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഇതിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടിനു ജോർജ് പാസ്റ്ററുടെ സഭയിൽ ഇതുപോലെ ദശാംശം കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ ബഹളങ്ങളൊക്കെ സഭയിൽ സൃഷ്ടിച്ചു. അദ്ദേഹത്തിനോട് ദൈവം സംസാരിച്ചു, അങ്ങനെയുള്ളവർക്ക് ദോഷം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവനയൊക്കെ അന്ന് നടത്തിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ദശാംശം കൊടുക്കണം. ദശാംശം ന്യായപ്രമാണത്തിലുള്ളതാണ്. അത് ദൈവവചനത്തിലെ പുതിയ നിയമവുമായി യാതൊരു ബന്ധവും അതിനില്ല. ഓഹരിയാണ് പുതിയ നിയമത്തിൽ കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടതിനുള്ള അവകാശം ആർക്കാണ്? അത് കൊടുക്കുന്ന ആൾക്ക് തന്നെയാണ്, അല്ലേ? അപ്പോ ദൈവവചനം വായിക്കുന്ന എല്ലാവർക്കും അറിയാം ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പോ ഇദ്ദേഹം കാരണം ഒരിക്കലും ഇല്ലാത്ത ദശാംശത്തെ എന്ത് ചെയ്യാണ്? പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, അതായത് സദൃശ്യവാക്യങ്ങളിലുള്ള വാക്യങ്ങളാണ് പല ആളുകളും അതിന്റെ കമന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ. അപ്പൊ സമ്പത്തിൽ ആശ്രയിക്കാതെ പറ്റുകയല്ലോ. കാരണം ഓരോ ദിവസവും നീങ്ങി പോകണമെങ്കിൽ സമ്പത്ത് വേണം. സമ്പത്തില്ലാതെ പറ്റുകയല്ലോ. കുറെയൊക്കെ പണം ഇല്ലെങ്കിൽ ജീവിച്ചു പോകാനായിട്ട് ഈ ലോകത്ത് പാടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ്, അല്ലേ? കഴിഞ്ഞു പോകുന്ന അന്നത്തേക്കുള്ള ആഹാരം കണ്ടെത്തണം, ഇതെല്ലാം വേണം, അല്ലേ? പല പാസ്റ്റർമാരും പഠിപ്പിക്കുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്, അല്ലേ? ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ. 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ അങ്ങോട്ട് ചില കാര്യങ്ങളാണ് പലപ്പോഴും ആളുകളെ എന്ത് ചെയ്യുന്നത്? കൂടുതലായും പറ്റിക്കുവാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. 6:26, അല്ലെ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ,
അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. വിചാരിക്കപ്പെടുന്നതിനാൽ തന്നെ നീളത്തിനോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അപ്പം അധ്വാനിക്കേണ്ട കാര്യമില്ല, എല്ലാം നൂലെ കെട്ടി ഇങ്ങ് ഇറക്കി തരും എന്ന് പറയുന്ന ഒരു തരം സമൃദ്ധിയുടെ സുവിശേഷമാണ് ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമൃദ്ധി ഉണ്ടാകും, വിശ്വാസികൾക്ക് സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പല ആളുകളും ഇന്ന് ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും അധ്വാനിക്കുക ഭാരമൊക്കെ കുറച്ചു വെച്ച് പോയവരൊക്കെ പല പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയതായി കണ്ടിട്ടുണ്ട്. അപ്പം ഇവരുടെ വാക്കുകൾ കേട്ട് ഇവര് എന്താണ് വലിയ പണക്കാരും സമ്പത്തുള്ളവരുമായി മാറുന്നതല്ലാതെ അവിടെ വരുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന സംഘടനയിൽ വരുന്ന വിശ്വാസികൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരും എന്ത് ചെയ്യുന്നു, തിരിച്ചു പോവുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എന്നൊരു പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം കൂടാരപ്പണി എടുത്താണ് തൻ്റെ നിത്യവൃത്തിക്കുള്ള ഇത് കണ്ടെത്തിക്കൊണ്ടിരുന്നത്, അല്ലെ? അപ്പോ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ ഈ പറയുന്ന ഇടയന്മാരെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഫുൾ ടൈം ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അല്ലെ? ബെന്തിക്കോസുകാരുടെ ഒക്കെ പഴയ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പല കുട്ടികളും ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്ന് മരിച്ചുപോയ ചരിത്രങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനാണ് അത്രയ്ക്ക് അങ്ങോട്ട് ബലം പിടിച്ചത്? കാരണം പട്ടിണി കിടന്ന് ദൈവം തരുമെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്ന തലമുറയെ അങ്ങനെ പഠിപ്പിച്ചു. പട്ടിണി കിടന്ന് അവർ മരിച്ചുപോയ ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും മാറ്റേണ്ട കാലങ്ങളായി. അധ്വാനിക്കേണ്ടവർ അധ്വാനിക്കണം, അല്ലേ? അധ്വാനിച്ചില്ലെങ്കിൽ പല കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പഴയ ദേവദാസന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ വീട്ടിലൊന്നും ഉണ്ടാക്കാതെ സുവിശേഷവുമായി ബൈബിളും പിടിച്ചുകൊണ്ട് നടന്നത് കൊണ്ട് അവരുടെ ഭാര്യമാർ പോലും അവരെ ഉപേക്ഷിച്ച് പോയതായി പല ചരിത്രങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ സുവിശേഷ വേല ചെയ്യുന്നവർ അവരോട് ആരാണ് പറഞ്ഞത് അധ്വാനിക്കരുതെന്ന്? ആരും പറഞ്ഞിട്ടില്ല. അവർ സ്വയമേ തീരുമാനിച്ചതാണ്, ഞങ്ങൾ ഫുൾ ടൈം ഗോസ്പലാണ്, ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്നവർ സ്വയം എടുത്ത തീരുമാനം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തെറ്റും അതിനകത്ത് പറയാനില്ല. അവർ തന്നെ തീരുമാനിച്ചതാണ് ഫുൾ ടൈം ഗോസ്പൽ എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന IPC പോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ശമ്പളമൊക്കെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അതേസമയം നമ്മൾ ഇൻഡിപെൻഡന്റ് സഭകളിൽ ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും വളരെ തുച്ഛമായിട്ടാണ് ലഭിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പുരോഹിതന് ശമ്പളമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പാർശ്വവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും ഇവർക്ക് എന്തില്ല, യാതൊരുവിധ ശമ്പളങ്ങളും കൊടുക്കുവാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനമായി കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള വരുമാനം അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ കൊടുക്കാത്തത്. പക്ഷേ ആ കിട്ടാത്തവർ ഇങ്ങനെ പറയുകയാണ്, എന്താണ് പറയുന്നത്, ദശാംശം കൊണ്ട് ഞങ്ങൾക്ക് തരണമെന്ന്. അത് തന്നെ തെറ്റല്ലേ? ദശാംശമല്ലല്ലോ, ഓഹരിയാണ് കൊടുക്കേണ്ടത്. ദശാംശം എന്നൊരു സംഗതി പുതിയ നിയമത്തിൽ ഇല്ല. അത് തന്നെ പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളത്. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ PG അങ്കിൾ ഇത്രയധികം അറിവും ദൈവവചനത്തെക്കുറിച്ച് പ്രാഗൽഭ്യവും ഉണ്ടായിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഈ ദശാംശത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുതരിക. ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുതരിക എന്ന് പറയുമ്പോൾ അത് തനിക്കെടുക്കുവാനുള്ളതല്ല. അത് ഭണ്ഡാരത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് അവിടുത്തെ സംഘടനയുടെ അല്ലെങ്കിൽ ആ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെ ആ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അത് പോകുന്നത്. അല്ലാതെ അവിടുത്തെ പാർശ്വകത എടുക്കാനുള്ളതല്ല. അതാണ് അങ്ങനെയാണെങ്കിൽ തന്നെയും. പക്ഷെ ഇപ്പോഴും അവരെന്താണ്, ന്യായപ്രമാണത്തിൽ തന്നെയാണ് കിടക്കുന്നെന്നുള്ളതിന്റെ പ്രധാന സത്യങ്ങളിൽ ഒന്ന് തന്നെയാണ്
അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ കീഴിൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. ദശാംശത്തിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അദ്ദേഹം ന്യായപ്രമാണത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നതെന്നുള്ളതാണ് പ്രധാനമായ സത്യമെന്ന് ഓർപ്പിച്ചുകൊണ്ട് PG അങ്കിളിന് ഇതൊരു മാനസാന്തരമാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.